വിശദമായ വാർത്തയിലേക്ക്. കുഞ്ഞിനെ കിട്ടാൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരമിരിക്കുമെന്ന് അമ്മ അനുപമ. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് സമരമെന്നും അനുപമ പറഞ്ഞു. സർക്കാരിനെതിരല്ല, വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നിരാഹാരമെന്നും അനുപമ. ഞങ്ങള് രാവിലെ ഒരു സൂചനാ സമരമായിട്ടാണ് ആലോചിക്കുന്നത്. അതായത് രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ നിരാഹാരം ഇരിക്കുകയാണ്. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പങ്ക് ചേർന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരോ ആയിട്ട് അല്ല, അങ്ങനെ ഞങ്ങൾ കണക്കാക്കുന്നില്ല. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോടതി വഴിയാണ് പോകുന്നത്. ഇപ്പം ഇത്രയും നാളും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. ഒരു സ്ഥലത്തു നിന്നും ഞങ്ങൾ പോയ ഒരു കമ്മീഷനിൽ നിന്നും ഒരു പോലീസിൽ നിന്നും ഒന്നിലും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ അവരിൽ നിന്നും നീതി കിട്ടാത്തതിന് പ്രതിഷേധിച്ചുകൊണ്ട് കിട്ടുന്നതിന് വേണ്ടിയുമാണ് നാളെ സമരത്തിനിരിക്കുന്നത്. നാളെ സമരം ചെയ്യുമെന്ന് കുഞ്ഞിന്റെ അച്ഛൻ അജിത്ത് നേരത്തെ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലും പറഞ്ഞിരുന്നു. പ്രതിഷേധം നമ്മുടെ കുഞ്ഞിനെ തേടി നമ്മൾ അലയുകയാണ്. അതിനുവേണ്ടി നമ്മൾ നാളെ സെക്രട്ടേറിയറ്റിൽ നിരാഹാര പ്രതിഷേധമായിട്ട് നമ്മൾ നാളെ നിൽക്കാൻ പോവുകയാണ്. കുഞ്ഞിനെ വീണ്ടെടുക്കാൻ ഒപ്പം നിൽക്കുമെന്ന CPM വാഗ്ദാനത്തിൽ ആശ്വാസമില്ലെന്ന അമ്മ അനുപമ. പാർട്ടിയിലല്ല, കോടതിയിലാണ് വിശ്വാസം. CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണെന്നും അനുപമയും ഭർത്താവ് അജിത്തും ആരോപിച്ചു. കുഞ്ഞിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് പാർട്ടി പിന്തുണ നൽകുമെന്നായിരുന്നു ആനാവൂർ നാഗപ്പന്റെ പ്രതികരണം. അമ്മയുടെ അനുമതിയില്ലാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവം വിവാദമായതോടെയാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് മാറ്റം. അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടണമെന്നതാണ് പാർട്ടി നിലപാടെന്ന് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. കുഞ്ഞിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് പാർട്ടി പിന്തുണ നൽകും. ശിശുക്ഷേമ സമിതിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. അനുപമയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയണമെന്ന് അജിത്തിന്റെ അച്ഛനോട് നിർബന്ധിച്ചിരുന്നതായും ആനാവൂർ വ്യക്തമാക്കി. ഒരു ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ മകനെ നിങ്ങൾ പറഞ്ഞു വിലക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഞാൻ പറയാം, പക്ഷെ പറഞ്ഞാൽ അവൻ അനുസരിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പാർട്ടിയുടെ ഉറപ്പിനെ പൂർണ്ണമായും തള്ളുകയാണ് അനുപമയും ഭർത്താവും. ഇപ്പൊ പാർട്ടി സംരക്ഷിക്കാം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരാം എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പരാതി സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തെന്ന ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ കള്ളമാണ്. ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി കൂടെ നിന്നിട്ടില്ല. ഇനി പാർട്ടിയിലോ കമ്മീഷനിലോ വിശ്വാസമില്ല, കോടതിയിൽ മാത്രമാണ് വിശ്വാസമെന്നും അനുപമ. ഇനിയിപ്പോ പാർട്ടിയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ എനിക്ക് ആകെ പോകാൻ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് കോടതിയാണ്. അത് ഇവരുടെ ഒന്നും ഈ ഇൻഫ്ലുവൻസിനകത്ത് നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് കോടതിയിൽ വിശ്വാസമാണ് ഇപ്പോഴും. നിങ്ങളുടെ മകന്റെ കാര്യം നോക്കലല്ല പാർട്ടിയുടെ കാര്യമെന്ന് ആനാവൂർ പറഞ്ഞെന്ന് അജിത്ത് ആരോപിച്ചു. ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പ സഖാവ് ഇവര് വന്ന് എന്റെ അപ്പനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് അവളെ കൊണ്ടാക്കില്ല, പേരുകൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ്. കുഞ്ഞിനെ വീണ്ടു കിട്ടാനായി നിയമപരമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകാനാണ് ദമ്പതികളുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. വിഷയത്തിൽ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. അമ്മയ്ക്ക് കുഞ്ഞിനെ നൽകുക എന്നതാണ് അഭികാമ്യം. ഒരു കുട്ടിയുടെ DNA പരിശോധിച്ചെങ്കിലും അത് പരാതിക്കാരുടെ കുട്ടിയല്ലെന്ന് തെളിഞ്ഞതായും മന്ത്രി പറഞ്ഞു. ഇങ്ങനെയൊരു പ്രശ്നം, ഒരു കേസ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് വകുപ്പുതല ഒരു അന്വേഷണം നടത്തുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രസവിച്ച അമ്മയ്ക്ക് കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളതും കുഞ്ഞിന് സ്വന്തം അമ്മയ്ക്കൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊപ്പം സുരക്ഷിതമായി വളരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതും ആണ് വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെ ഉണ്ടാകുന്നത് തന്നെയാണ് അഭികാമ്യം. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ശിശുക്ഷേമ സമിതിയോടും പോലീസിനോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധവുമായി ശിശുക്ഷേമ സമിതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. അനുപമയുടെ പരാതിയിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും CWC ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സുനന്ദ. കുട്ടിയെ ദത്തെടുത്തെങ്കിൽ കോടതി വഴി മാത്രമേ ഇനി തിരികെ കിട്ടാൻ സാധ്യതയുള്ളൂവെന്നും സുനന്ദ ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു വ്യക്തത കുറവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും അവർക്ക് ഒരു നിയമവും നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും. കുട്ടികളുടെ ബയോളജിക്കൽ പാരൻസ് വരുവാണെങ്കിൽ അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അതനുസരിച്ച് ഞാൻ ഇതുവരെ ചെയ്തിട്ടുമുണ്ട്. ഈ സീറ്റിലിരുന്ന് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റോൾ അതോടുകൂടി കഴിയുകയാണ്.
അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള എല്ലാം ജില്ലാ കോടതിയുടെ പവറുള്ള ഇപ്പം ഫാമിലി കോടതിയിലും ആണ് ബാക്കിയുള്ള അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ന് 9,361 പേർക്ക് കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 80,393 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 11.64 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 158 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ WIPR 10 മുകളിലാണ്. ഇന്ന് 99 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. കോടതി വിധിയുടെയും പുതിയ മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ നേരത്തെ വിട്ടുപോയ 464 മരണങ്ങൾ കൂടി കോവിഡ് മരണക്കണക്കിൽ ഉൾപ്പെടുത്തി. ഇതോടെ ആകെ കോവിഡ് മരണം 27,765 ആയി. നയതന്ത്ര സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന്റെ അറിവോടെയെന്ന് കസ്റ്റംസിന്റെ കുറ്റപത്രം. മന്ത്രിമാർക്കോ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കോ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്താനായിട്ടില്ല. സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ച പണം തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെന്ന് തെളിവില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ ആസൂത്രണം, വിൽപ്പന, ഉന്നതരുടെ പങ്ക് എന്നിവ വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിലാണ് 2700 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. പെരിന്തൽമണ്ണ സ്വദേശിയായ KT റമീസാണ് സ്വർണ്ണക്കടത്തിന്റെ സൂത്രധാരൻ. പദ്ധതി തയ്യാറാക്കിയ ശേഷം 2019 ജൂലൈയിലാണ് ആദ്യം സ്വർണം കടത്തിയത്. സരിത്ത്, സ്വപ്ന, സന്ദീപ് എന്നിവരുടെ സഹായത്തോടെ 2 തവണ ട്രയൽ നടത്തി. ഇത് വിജയിച്ചതോടെയാണ് മലപ്പുറത്തും കോഴിക്കോടുമുള്ള നിക്ഷേപകരെ കണ്ടെത്തി കൂടുതൽ സ്വർണം കടത്തുന്നത്. 21 തവണകളായി 169 കിലോ സ്വർണമാണ് ഇവർ കൊണ്ടുവന്നത്. ഹൈദരാബാദ്, മംഗലാപുരം എന്നിവിടങ്ങളിലെ ജ്വല്ലറി ഉടമകളും ഇവർ കൊണ്ടുവന്ന സ്വർണം വാങ്ങി. ഇതിന്റെ ലാഭം സ്വപ്നയും സരിത്തും സന്ദീപും ചേർന്ന് പങ്കിട്ടെടുത്തു. കടത്തിയ സ്വർണം ആഭരണങ്ങളായി മാറ്റിയതിനാൽ ഇത് മുഴുവനും കണ്ടെത്താനായിട്ടില്ല. M. ശിവശങ്കറിന് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സ്വർണ്ണക്കടത്ത് വിവരം മറച്ചുവെച്ചുവെന്നാണ് ശിവശങ്കറിനെതിരായ കുറ്റം. നേരത്തെ NIA ശിവശങ്കറിനെ പ്രതി ചേർത്തിരുന്നില്ലെങ്കിലും കസ്റ്റംസ് കേസിൽ 29ാം പ്രതിയാണ്. എന്നാൽ സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ച പണം തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെന്ന NIAയുടെ കണ്ടെത്തലിനെ തള്ളുകയാണ് കസ്റ്റംസ്. വിദേശത്തുള്ള ഫൈസൽ ഫരീദിനെ പിന്നീട് പ്രതിയാക്കും. അറ്റാഷയെയും കോൺസൽ ജനറലിനെയും പ്രതി ചേർക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ശേഷം മാത്രമായിരിക്കും. കേസിൽ സരിത്താണ് 1ാം പ്രതി. സ്വപ്നയും സന്ദീപും 2-3 പ്രതികളാണ്. സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമകളെയും പ്രതി ചേർത്തിട്ടുണ്ട്. ദുബായ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട്. അവരെ ഇതുവരെയും പ്രതി ചേർത്തിട്ടില്ല. അവർക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷം മാത്രമാവും പ്രതി ചേർക്കുക. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രിമാരുടെ പേര് പുറത്തുവരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല. കേരയിൽ പദ്ധതി സംസ്ഥാന സർക്കാർ പിൻവലിക്കണം. കേന്ദ്രം അനുമതി നൽകില്ലെന്നാണ് പ്രതീക്ഷയെന്നും K. സുരേന്ദ്രൻ. തെക്കൻ തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ കേരളത്തിൽ ഒക്ടോബർ 26 വരെ വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത 2 ആഴ്ചയും കേരളത്തിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്നും പ്രവചനം. തിങ്കളാഴ്ച കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി ജലസംഭരണിയുടെ ഭാഗമായ ചെറുതോണി അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ അടച്ചു. പദ്ധതി പ്രദേശത്ത് മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഷട്ടറുകൾ അടച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഷട്ടറുകൾ താഴ്ത്തിയത്. ഇടമലയാർ ഡാമിന്റെ 2 ഷട്ടറുകളും അടച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135.50 അടിയായി. ജലനിരപ്പ് 136 എത്തിയാൽ ആദ്യ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കും. നിലവിൽ ഡാമിലേക്ക് 2319 ഘനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2050 ഘനയടിയാണ്. അതേസമയം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യുന്നില്ല. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിലും കാര്യമായ കുറവുണ്ടായി. അതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഡിസംബർ 31 വരെയാണ് മൊറട്ടോറിയം. മഴക്കെടുതിയും ലോക്ഡൌണും കണക്കിലെടുത്ത് മൊറട്ടോറിയം നീട്ടി നൽകണമെന്ന് ബാങ്കേഴ്സ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. 100 കോടി ഡോസ് വാക്സിനേഷനിലൂടെ രാജ്യം പുതുചരിത്രമെഴുതിയെന്ന് പ്രധാനമന്ത്രി. ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും നേട്ടമാണ്. ഇന്ത്യ കോവിഡിനെ തോൽപ്പിക്കുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചവർക്കുള്ള മറുപടിയാണിത്. വാക്സിൻ വിതരണത്തിൽ VIP സംസ്കാരത്തെ പൂർണ്ണമായും മാറ്റി നിർത്താനായി കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യം കരകയറുകയാണെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് തിയേറ്ററുകൾ തിങ്കളാഴ്ച തന്നെ തുറക്കും. സിനിമാ സംഘടനകളുമായി മന്ത്രി സജി ചെറിയാൻ ചർച്ച നടത്തി.
വൈദ്യുതി ഫിക്സഡ് ചാർജ്, വിനോദ നികുതി അടക്കമുള്ള കാര്യങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കി. നാളെ കൊച്ചിയിൽ തിയേറ്റർ ഉടമകളുടെ ജനറൽ ബോഡി യോഗം ചേരും. MG സർവകലാശാലയിലെ SFI നേതാക്കൾ ലൈംഗികമായി അതിക്രമിച്ചതായി AASF വനിതാ നേതാവിന്റെ മൊഴി. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ പെൺകുട്ടി ഗാന്ധിനഗർ പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ 7 SFI നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. SFI നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് AASF സംസ്ഥാന നേതാവ് കൂടിയായ വനിത ഉന്നയിക്കുന്നത്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴിയിൽ പെൺകുട്ടി ആവർത്തിച്ചു. സ്ത്രീകളെ ഭയപ്പെടുത്താൻ ഏറ്റവും നല്ല ആയുധം അവരെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഭയപ്പെടില്ല എന്ന് പറയാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. പ്രതിരോധിക്കുന്നതിന്റെ മാർഗം എന്റെ മാറിൽ കയറി പിടിക്കുന്നതാകുന്നത് എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. SFI എറണാകുളം ജില്ലാ നേതാക്കളായ അമൽ, ആർഷോം, പ്രജിത് കെ ബാബു എന്നിവർക്കെതിരെയാണ് പ്രധാനമായും പരാതി. വ്യക്തമായി പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് അതിക്രമം നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോഴും അത് സ്ട്രോങ് ആയിട്ട് ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലാണ് അരുണുള്ളത്. ശിവൻകുട്ടി, അതെ, മന്ത്രി ശിവൻകുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക അതിക്രമം, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി 7 നേതാക്കൾക്കെതിരെ കേസെടുത്തു. സംഭവത്തിൽ അന്വേഷണം നടത്തിയ ശേഷം അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം എല്ലാം കെട്ടിച്ചമച്ചതാണെന്നാണ് SFIയുടെ പ്രതികരണം. ന്യൂസ് 18 കോട്ടയം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. വാർത്തകളിലേക്ക്. മോൺസൺ മാവുങ്കലിന്റെ തിരുമ്പു കേന്ദ്രത്തിൽ ഒളിക്യാമറകൾ സ്ഥാപിച്ചിരുന്നതായി പോക്സോ കേസിലെ ഇരയുടെ വെളിപ്പെടുത്തൽ. ഇവിടെ എത്തുന്നവരുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നതിനാലാണ് ആരും പരാതിയുമായി വരാത്തതെന്നും പെൺകുട്ടി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. അതേസമയം മോൺസന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. പോക്സോ കേസിൽ മോൺസനെതിരായ പരാതിയിൽ പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മോൺസന്റെ വീട്ടിലും തിരുമ്പ് കേന്ദ്രത്തിലും വീണ്ടും പരിശോധന നടത്താൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ്. ഒളിക്യാമറ ദൃശ്യങ്ങൾ എവിടെയെന്നും ആരാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും ഇനിയും വ്യക്തമായിട്ടില്ല. പെൺകുട്ടിയുടെ മൊഴിയോടെ ഇതു സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തും. മോൺസന്റെ കൂട്ടാളികളെയും ചോദ്യം ചെയ്യും. ചികിത്സാ കേന്ദ്രത്തിൽ ഒളിക്യാമറ ഉണ്ടായിരുന്നെന്ന് ക്രൈംബ്രാഞ്ചിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. തുടർ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസാണ് മോൺസനെതിരെ ആദ്യം കേസെടുത്തത്. പിന്നീട് ഈ കേസും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. കേസിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് ഉടൻ മോൺസനെ കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം മോൺസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഓം പ്രകാശിന്റെ പേരിൽ മുളവുകാട് സ്റ്റേഷനിലുണ്ടായിരുന്ന കേസ് ഒതുക്കാൻ കൊച്ചിയിലെ ഒരു ACPയുടെ സഹായം മോൺസൺ വഴി തേടിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. പണം നൽകി കേസ് ഒതുക്കിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. എന്നാൽ കേസിൽ ജാമ്യം ലഭിച്ചതിനാൽ പോലീസിന് പണം നൽകേണ്ടി വന്നില്ലെന്നാണ് ഓം പ്രകാശിന്റെ മൊഴി. ന്യൂസ് 18 കൊച്ചി. പുരാവസ്തു തട്ടിപ്പ് കേസ് മോൺസണുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ക്ഷുഭിതനായി KPCC അധ്യക്ഷൻ K. സുധാകരൻ. ആരോപണമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, ഇതുകൊണ്ടൊന്നും പേടിക്കില്ലെന്നും സുധാകരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഇതൊന്നും ഈ പൂഴിക്കണകനൊന്നും എന്റെ ഇടയ്ക്ക് എടുക്കണ്ട. ഇത് ജിനിസ് വേറെ മനസ്സിലായില്ലേ? അതുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ, അന്വേഷണ നടപടി വന്നോട്ടെ, ഞാൻ അപ്പം നോക്കിക്കോളൂ. ആയിക്കോട്ടെ. ദൃശ്യങ്ങൾ നിങ്ങൾ കാണിക്കുന്ന ചാനലിലുണ്ട്, ദൃശ്യങ്ങൾ നിങ്ങളെ ചാനൽ ദൃശ്യങ്ങളുണ്ട്. നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു ഞാൻ. ഇത് വേറെ ആള് കേട്ടോ. എല്ലാവരോടും പറയുമ്പോൾ ഈ പറയും എന്തൊക്കെ പറയണ്ടേ. ഇത് K. സുധാകരനാ. KPCC ഭാരവാഹി പട്ടികയിൽ ഗ്രൂപ്പുകൾക്ക് അതൃപ്തി. പ്രധാന നേതാക്കളെ അവഗണിച്ചുവെന്നും KC വേണുഗോപാൽ നോമിനികൾക്ക് ഇടം കിട്ടിയെന്നുമാണ് ആരോപണം. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ച് പ്രമുഖ നേതാക്കളെ ഉൾപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനാണ് നേതൃത്വത്തിന്റെ നീക്കം. തുടക്കം മുതൽ പുതിയ നേതൃത്വത്തിനൊപ്പം നിന്ന K. മുരളീധരനും അതൃപ്തി പരസ്യമാക്കിയെന്നത് ശ്രദ്ധേയമാണ്. കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് തയ്യാറായില്ലെങ്കിലും ഗ്രൂപ്പുകളെല്ലാം കടുത്ത അതൃപ്തിയിലാണ്. മുൻനിര നേതാക്കളെയെല്ലാം അവഗണിച്ചു. ശിവദാസൻ നായർക്കും തമ്പാനൂർ രവിക്കും അടക്കം പരിഗണന കിട്ടാതെ വന്നതോടെ A ഗ്രൂപ്പ് കടുത്ത പ്രതിഷേധത്തിലാണ്. രമേശ് ചെന്നിത്തല ജനറൽ സെക്രട്ടറിയെ നിർദ്ദേശിച്ചവരെ നിർവാഹക സമിതി അംഗങ്ങളാക്കി ഒതുക്കിയെന്ന ആരോപണം I ഗ്രൂപ്പിലുണ്ട്. ഭാരവാഹികളിൽ ഭൂരിപക്ഷവും KC വേണുഗോപാൽ അനുയായികളാണ് എന്നതും ഗ്രൂപ്പുകളെ ചൊടിപ്പിക്കുന്നു. അതൃപ്തിയുള്ളവർ പരസ്യ നീക്കങ്ങൾ നടത്തുന്നത് തടയാൻ KPCC നേതൃത്വം ജാഗ്രതയിലാണ്. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ച് കൂടുതൽ പേരെ ഉൾപ്പെടുത്തി പരാതി പരിഹരിക്കാനാണ് നീക്കം. ഒരു തർക്കവും ഇല്ല. കടലിൽ നികത്തിയാണ് കൈത്തോട് വെട്ടിയത്.
ചെറിയ അധ്വാനമൊന്നുമല്ല. അതിൽ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും സഹകരിച്ചു എന്നതാണ്. ലിസ്റ്റിൽ വനിതാ ദളിത് പ്രാതിനിധ്യം കുറഞ്ഞതാണ് വലിയ വിമർശനം. ജംബോ പട്ടിക ചുരുക്കിയപ്പോഴുള്ള സ്വാഭാവിക പരാതികളെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. അതിൽ അർഹരായ ആളുകൾ ധാരാളം പേരുണ്ട്. ഇതിനകത്ത് വരേണ്ടിയിരുന്ന കുറെ അർഹരായിട്ടുള്ള ആളുകൾ കുറെ ആളുകളുണ്ട്. അവർക്ക് കൂടി പ്രവർത്തിക്കാനുള്ള വേദിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പുതിയ നേതൃത്വത്തിനൊപ്പം ഇതുവരെ നിന്ന കെ മുരളീധരൻ ഭാരവാഹി പട്ടികയ്ക്കെതിരെ രംഗത്തെത്തിയെന്നത് ശ്രദ്ധേയമാണ്. പൊതു ചർച്ച മൊത്തത്തിലുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ സ്മൂത്തായിട്ട് പട്ടിക പുറത്തിറക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ലിസ്റ്റിനെ അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നു. കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും കൂടുതൽ പരസ്യ നീക്കങ്ങൾ നടത്തേണ്ടതില്ല എന്നാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ഇതിനുവേണ്ടി കരുക്കൾ നീക്കുകയാണ് പുതിയ തന്ത്രം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധത്തിനിടെ കൌൺസിൽ യോഗം ചേർന്ന് മുഴുവൻ അജണ്ടകളും പാസാക്കിയതായി മേയർ പ്രഖ്യാപിച്ചു. മേയറുടെ ചേംബറിന് മുൻപിലും നടുത്തളത്തിലും ബിജെപി കൌൺസിലർമാർ കിടന്ന് പ്രതിഷേധിച്ചു. അതേസമയം നഗരസഭാ പ്രവർത്തനങ്ങളെ തകർക്കാനാണ് ബിജെപി ശ്രമമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു. നികുതി തട്ടിപ്പിന്റെ പേരിൽ ബിജെപി സമരം തുടരുകയാണ്. ഇടുക്കിയിൽ സൈക്കിളിൽ നിന്ന് വീണ് 10 വയസ്സുകാരൻ മരിച്ചു. പ്രകാശ് കൂനമ്മാക്കൽ ബേബിയുടെ മകൻ എബിനാണ് മരിച്ചത്. വീടിന് സമീപത്തുകൂടി സൈക്കിൾ ചവിട്ടുന്നതിനിടെ ചെങ്കുത്തായ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് സമീപത്തെ മൊബൈൽ ടവറിന്റെ വേലിയിൽ ഇടിക്കുകയായിരുന്നു. ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കോതമംഗലം കോട്ടപ്പടിയിൽ വീണ്ടും പുലി ഇറങ്ങി. കോട്ടപ്പടിയിലെ കണ്ണക്കടയിലാണ് പുലി ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം പ്ലാമുടിയിൽ വളർത്തുമൃഗങ്ങളെ പുലി കടിച്ചു കൊന്നിരുന്നു. മലയാറ്റൂരിൽ നിന്ന് കൊണ്ടുവന്ന കെണി വനംവകുപ്പ് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മുംബൈയിൽ ബഹുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. ലാൽബാഗിലെ അവിഗ്ന പാർക്കിലെ 64 നില ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ആഡംബര പാർപ്പിട സമുച്ചയത്തിന്റെ 19ാം നിലയിലാണ് തീ പടർന്നത്. 14 ഫയർ എഞ്ചിനുകൾ എത്തി തീയണച്ചു. കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണാണ് അരുൺ തിവാരി എന്നയാൾ മരിച്ചത്. 10 പേർക്ക് പൊള്ളലേറ്റു. ഇവരുടെ നില ഗുരുതരമല്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ പറവട്ടാനി ചുങ്കത്ത് യുവാവ് വെട്ടേറ്റ് മരിച്ചു. ഒല്ലൂക്കര സ്വദേശി ഷമീറാണ് മരിച്ചത്. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട ഷമീർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പ്രൊജക്ടിനുള്ള അന്തിമ അനുമതി വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ കർശനമായി വിലക്കി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ. അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് എല്ലാ മാസവും പ്രിൻസിപ്പൽ റിപ്പോർട്ട് നൽകണമെന്ന് സർക്കുലറിൽ. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയും കൂട്ടി. ഒരു മാസത്തിനിടെ ഡീസലിന് 7 രൂപ 37 പൈസ, പെട്രോളിന് 5 രൂപ 70 പൈസയും കൂട്ടി.